ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ചിക്കൻ ഫ്രൈ മസാല ഫ്രൈ റെസിപ്പിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വെരി സിമ്പിൾ. സൺഡേ ഉണ്ടാക്കിയതാണ്, ഞാൻ പോയ സൺഡേ ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചട്ടിയും പാത്രവും ഒക്കെ തുടച്ച് കഴിക്കലൊക്കെ ആയിരുന്നു ബഹളം. സോ നിങ്ങളോട് കൂടിയിട്ടും ഞാൻ ഈ ഒരു റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വീട്ടിലുണ്ടാക്കി നോക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം ചിക്കൻ മസാല ഫ്രൈ. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു മസാല ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. ഞാൻ ചിക്കൻ്റെ ഡ്രംസ് ആണ് എടുത്തിരിക്കുന്നത്, കാല് മാത്രം. അപ്പോൾ അതിനെ ഏത് പാത്രത്തിലേക്കാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ഡയറക്റ്റ് ആയിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. ഈ മസാല എല്ലാം ഈ പാത്രത്തിലേക്ക് തന്നെ ഇട്ടിട്ട് നമ്മൾ ഇതേ പാത്രം തന്നെയാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ 1.5 സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ലേശം ഈ ചിക്കന് വേണ്ട ഉപ്പ് മാത്രം ഇട്ടിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് ഏകദേശം ഒരു 1-1.5-2 മണിക്കൂറോളം നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് വെക്കുക. ഇനി നമുക്ക് വേണ്ടത് വലിയൊരു സവോളയാണ്. അതിനെ ഞാൻ ചോപ്പറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ചെറുതായിട്ട് മുറിച്ചോളൂ കേട്ടോ. അപ്പോൾ ഈ ചോപ്പറിലിട്ടിട്ട് എത്ര കുരുകുരേന്ന് മുറിക്കാൻ പറ്റുമോ അത്രയും കുരുകുരേന്ന് നമുക്ക് മുറിക്കുക. ഇനി ഗ്യാസ് കത്തിക്കുന്നു. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള അതേ ചീഞ്ചട്ടിയിൽ അങ്ങനെ എടുത്തിട്ട് നമ്മൾ വെക്കണം. ഇതിലേക്ക് ഒന്നും തന്നെ ഒഴിക്കാനില്ല, ഡയറക്റ്റ് ആയിട്ട് സിമ്മിൽ അടച്ചങ്ങോട്ട് വെക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇളക്കുക. അപ്പോൾ ഒന്നങ്ങനെ ഇളക്കി വിട്ട് അടച്ചു വെക്കുക, ഇളക്കി വിടുക. അങ്ങനെയാണ് കാര്യങ്ങൾ നോക്കേണ്ടത്. എപ്പോൾ വരയ്ക്കും? ഇതിന്ന് ലേശം മസാല ഇളകിയിട്ട് വെള്ളം വരണ വരയ്ക്കും. അത് വരയ്ക്കും നമ്മൾ ഒന്നും തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുമില്ല, ഒഴിച്ചു കൊടുക്കുന്നുമില്ല. അപ്പോൾ ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ അടക്കലും തുറക്കലും ഇളക്കലും ഒക്കെ കൂടി ആയി കഴിഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നിങ്ങളുടെ ചിക്കൻ ഒന്ന് നന്നായി പിടിച്ചിട്ട് എല്ലാം ഒന്ന് ലേശം ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള രീതിയിലാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എത്ര എണ്ണ വേണം എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. മസാല ഫ്രൈ ആണ്, കുറച്ചൊന്ന് കണ്ടില്ല എന്നുള്ള ലെവലിലേക്ക് ഒഴിച്ചാലും തെറ്റ് വരില്ല, എന്നാലോ ഒരുപാട് വേണ്ടതാനും. അപ്പോൾ നല്ലപോലെ ഈ സമയത്താണ് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യണത്. എത്ര നേരം കുക്ക് ചെയ്യുന്നു? നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് ഒരു ലൈറ്റ് ബ്രൗൺ ചിക്കൻ്റെ മുകളിലേക്ക് ആവുന്ന വരയ്ക്കും നമ്മൾ നല്ലപോലെ അതിനെ ആ മസാലയിൽ എണ്ണ ഒഴിച്ചിട്ടുള്ള ഫ്രൈ നമ്മൾ ആക്കിയിട്ട് നമ്മൾ എടുക്കുന്നു. നല്ലപോലെ ആ ഒരു ചിക്കനിലേക്ക് ആ മസാല കോട്ട് ചെയ്ത് ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ടാവും. ഇതിനെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക. എണ്ണ ഇതേ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യത്തിനും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള എണ്ണ വേണം ആദ്യം തന്നെ കണ്ടിട്ട് ഒഴിക്കാൻ. അപ്പോൾ എല്ലാ ചിക്കൻ്റെ കാലുകളും ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ മാറ്റി വെച്ചിട്ടുള്ള എണ്ണയിലേക്ക് നമ്മൾ ആദ്യം കറിവേപ്പില ഇടുന്നു. കറിവേപ്പില ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ എണ്ണയിലുള്ള കംപ്ലീറ്റ് മസാലയും ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ആ ഫ്ലേവറും എല്ലാം കൂടിയിട്ട് തന്നെ ഈ ഉള്ളിയിലേക്ക് നന്നായിട്ട് പിടിക്കും. ഞാൻ അന്ന് വത്തക്കുഴമ്പ് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് വീണ്ടും കഴിക്കാൻ ആഗ്രഹം വന്നതുകൊണ്ട് ഞാൻ വീണ്ടും വത്തക്കുഴമ്പ് ഉണ്ടാക്കി. അപ്പോൾ ഇതൊരു ഡ്രൈ ഡിഷായിട്ട് സൈഡിലേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സവോള നല്ല ബ്രൗൺ കളറായിട്ട് മസാലയായിട്ട് നിങ്ങളുടെ ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളി ഇട്ട് കൊടുത്ത് നല്ല പോലെ ഫ്രൈ ചെയ്ത് തക്കാളിയിൽ നിന്ന് എണ്ണ നന്നായിട്ട് തെളിയണം. ഇനി നമ്മൾ ഇതിലേക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ വീണ്ടും മസാല ഇട്ട് കൊടുക്കുകയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ മറ്റേതിലല്ലേ മസാല ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, മറ്റേ വറ്റൽ മുളക് ചതച്ചത്, ഗരം മസാല, ചിക്കൻ മസാല എല്ലാം കൂടിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള മസാലയുടെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വരും, അല്ലെങ്കിൽ ഈ സൈഡിൽ നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തോളുക. ഇതിൽ നിങ്ങൾക്ക് ഏത് മസാല വേണമെങ്കിലും, ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ മസാലാസ് വല്ലതും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക, അല്ലെങ്കിൽ എല്ലാം എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഹോളായിട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ട് ഇളക്കി ആ മസാല ഒന്ന് നന്നായിട്ട് കുറുകണം.
കുറുകിയിട്ടുള്ള മസാലയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള നമ്മുടെ ചിക്കൻ്റെ കാലുകൾ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ പലവരും നിങ്ങൾ ചെയ്യുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്ക് എന്നുള്ള നിലയിലാണ് ഈ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ കാണിക്കുന്നത്. അപ്പോൾ എല്ലാം തന്നെ ഞാൻ അതിലേക്ക് ഇട്ടു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാലയിൽ ചിക്കൻ നന്നായിട്ട് കിടന്നിട്ട് വേവണം, നന്നായിട്ട് പിടിക്കണം മസാല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 10-15 മിനിറ്റോളം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനി ഒരു എണ്ണ ഒഴിക്കലോ ഒന്നും തന്നെ ആവശ്യമില്ല. നമുക്ക് അടച്ചു വെച്ചിട്ട് ആ മസാല കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പിടിക്കാനുള്ള രീതിയിൽ അനുവദിക്കാം. ഇതിവിടെ നിങ്ങളുടെ ചോയ്സാണ്. ഡ്രൈ ആയിട്ടാണെങ്കിൽ ഡ്രൈ ആയിട്ട്, ലേശം മസാലയോട് കൂടിയിട്ട് വേണമെങ്കിൽ മസാല. ഞാനിത് മസാല ഫ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി വത്തക്കുഴമ്പുണ്ടല്ലോ. അപ്പോൾ സൈഡിൽ രസമാണെങ്കിലും സാമ്പാറാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾക്ക് നന്നായിരിക്കും. ചപ്പാത്തിക്കാണെങ്കിലും നന്നായിരിക്കും. ലേശം ഗ്രേവി വേണമെങ്കിൽ ലേശം ഗ്രേവി ആയിട്ടുള്ള രീതിയിലും എടുക്കാം. ഞാൻ ഇതുപോലെയാണ് എടുത്തത്. ഇനി നമ്മൾ കുറച്ചും കൂടി കരുവേപ്പിലയിട്ട് കുറച്ചും കൂടി മല്ലിയില മുകളിലേക്ക് തൂവുന്നതോട് കൂടിയിട്ട് നമ്മുടെ ചിക്കൻ മസാല ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഈ ഒരു മെത്തേഡിൽ എന്തായാലും നിങ്ങൾ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു ഡിഷാണ് ഈ ഒരു മസാല ചിക്കൻ ഫ്രൈ. അപ്പോൾ നിങ്ങളോടും ഞാൻ ഈ റെസിപ്പി ഷെയർ ചെയ്യാണ്. ഉണ്ടാക്കിയിട്ട് കമൻസിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നീറ്റായിട്ട് അങ്ങോട്ട് സെർവ് ചെയ്യാം. ഒരു പാത്രപാകമൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം ചിക്കൻ മസാല ഫ്രൈ അങ്ങോട്ട് സെർവ് ചെയ്യുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോളൂ. ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിരുന്നു ചിക്കൻ മസാല ഫ്രൈ. അച്ഛൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് മസാല ഫ്രൈ കഴിക്കുന്നത്. അച്ഛാ, അത് മാത്രം കൂട്ടി ഉണ്ണാനും ചപ്പാത്തിക്കും എല്ലാം ഇനിയും ഗ്രേവി വേണം. ഞാൻ കൂട്ടി ഉണ്ണാൻ ഒരു സൈഡ് ഡിഷ് ആയിട്ടാണ് പ്രതീക്ഷിച്ചത്. ഞാൻ കണ്ണേട്ടൻ അന്ന് വത്തക്കുഴമ്പ് കഴിച്ചില്ല പറഞ്ഞിട്ട് ഇന്ന് വത്തക്കുഴമ്പ് ഞാൻ പോസ്റ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുത്തില്ലേ, എനിക്ക് കൊതി കയറി. അപ്പൊ ഞാൻ വീണ്ടും വത്തക്കുഴമ്പ് ഉണ്ടാക്കി. ഒരു രമ്പനാണ്. ചിക്കൻ മാത്രമായിട്ട് കഴിക്കും നമ്മുടെ ചിക്കൻ ഫ്രൈന്റെ. How is it, Kanama? Yeah, it was all good. Thank you. അടിപൊളിയാണ്. All okay? അമ്മ അമ്മ ഇരുന്നിട്ടില്ല. എങ്ങനെയുണ്ട്? നൈസ്. അമ്മ കഴിച്ചു. ഒക്കെ പെരട്ടി ഉണ്ണുന്ന ടൈപ്പാണ്. ഞാൻ സൈഡായിട്ട് വെച്ചതാ. കുഞ്ച, ചോറേ ഈ നടുവിലാവട്ടെ കുഞ്ച. നോക്ക്, ഇങ്ങനെയല്ല ചോറ് കഴിക്കുന്നത്. ഇങ്ങനെ ആക്കും. ഈ ഉള്ളം കയ്യില് അവന്റെ ഇഷ്ടപ്രകാരം കഴിക്കട്ടെ. പ്ലേറ്റ് പോയി ചീഞ്ചട്ടി ആയ വിവരം വേണ്ട, കളയാൻ പാടില്ല. ഗോതമ്പ് റവ ഉപ്മാവ് ഉണ്ടാക്കണ ദിവസം ഈ ഡയലോഗ് വരുന്നില്ല. അതെന്താ അങ്ങനെ? ഒന്നും ഒട്ടിപ്പിടിക്കാറില്ല. അപ്പൊ വീണ്ടും ഈ പ്ലേറ്റ് കഴിഞ്ഞ് ചീഞ്ചട്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ എരമ്പില്ലേ, കഴിക്കൂ. ആ ചോറ് മസാലയിൽ കഴിക്കുമ്പോഴേ ഒരു പ്രത്യേക ടേസ്റ്റില് ഉരുട്ടു കാണട്ടെ. ഉരുട്ടണ്ട, അല്ലാണ്ട് തന്നെ നന്നായിട്ട്. വേണോ? വേണ്ട, മസാല എടുത്തു. സൂപ്പർ അല്ലേ? Vinny's Kitchen.